എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 26-ാം സർഗത്തില് താടക വധം കഴിഞ്ഞു. അഥവാ വിശ്വാമിത്രന്റെ ആവശ്യപ്പെട്ടത് പ്രകാരം അല്ലെങ്കിൽ വിശ്വാമിത്രന്റെ ഉപദേശപ്രകാരം രാമ ഈ താടകയെ ഏതു വിധേനയും വധിക്കാൻ അറിയിക്കുന്നവളാണെന്ന് പറഞ്ഞ് രാഘവൻ താടകയെ വധിച്ചു. അതിൽ സംപ്രീതനായ വിശ്വാമിത്ര മുനി വാസ് പ്ലീസ് ടു മച്ച്. കാരണം രാഘവൻ നടത്തിയ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ നടത്തിയ ആദ്യത്തെ സ്ത്രീഹത്യയാണിത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുണ്ടായി, എല്ലാ അവതാര പുരുഷന്മാരും മിക്കവാറും ആദ്യം നിഗ്രഹിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണ്. മഹാവിഷ്ണു പോലും അങ്ങനെയാണ്. അപ്പം അല്ലെങ്കിൽ മഹാവിഷ്ണു ദശാവതാരം എടുക്കാനുള്ള കാരണവും ഒരു സ്ത്രീ ഹത്യയാണ്. നമ്മളതിലേക്ക് പോകുന്നില്ല. ഇവിടെ അങ്ങനെ ക്രമികമായി 27-ാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ വാൽമീകീയ രാമായണത്തിൽ. രാത്രി കഴിഞ്ഞപ്പോൾ മഹായശസ്വിയായ വിശ്വാമിത്രൻ രാഘവനെ പ്രശംസിച്ചു മധുരകരമായി പറഞ്ഞു. എന്താ? എൻ്റെ രാജപുത്ര, ഉണ്ണിക്ക് സകലവിധ മംഗളവും ഉണ്ടാവട്ടെ. കാരണം നീ എനിക്ക് വേണ്ടി അത്രയും ഒരു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അതുപോലെ നീ അനുസരിക്കുന്നതായി തോന്നി അല്ലേ? അതുകൊണ്ട് വളരെ സന്തോഷമായി. ഐ എം ടു മച്ച് ഹാപ്പി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ണിക്ക് PhD അടിച്ചു തരാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലേ? അങ്ങനെയാണല്ലോ ഇന്നത്തെ പ്രൊഫസേഴ്സൊക്കെ PhD ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പേപ്പേഴ്സ്, പ്രബന്ധങ്ങൾ 100% ഓക്കെ ആണെങ്കിലാണ് PhD അടിച്ചു കൊടുക്കുക അല്ലേ? ഗവേഷണം, തൻ്റെ ഗവേഷണത്തിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയി എന്ന് ബോധ്യം വന്നാലാണ് ഡോക്ടറേറ്റ് അടിച്ചു കൊടുക്കുന്നത്. ഇതാ ഈ 27-ാം അധ്യായത്തിൽ വിശ്വാമിത്ര മുനി ശ്രീരാമചന്ദ്രന് PhD നൽകുകയാണ്. PhD എന്തിനാ നൽകുന്നത്? ഡോക്ടറേറ്റ് ഓഫ് അസ്ത്രവിദ്യാസ്, അല്ലെങ്കിൽ അതാണ് അസ്ത്രോപദേശം എന്ന് പറഞ്ഞ 27-ാം സർഗം. ഇവിടെ ഒരു പക്ഷെ നമുക്ക് ഇന്ന് ആധുനിക ശാസ്ത്രത്തിന് ഗവേഷണത്തിന് വിധേയമാക്കേണ്ട ഒരുപാട് മാരകങ്ങളായ അസ്ത്രങ്ങളെ വിശ്വാമിത്ര മുനി ഇവിടെ പരാമർശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാൽമീകി ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ഇന്നിപ്പോൾ നമുക്കറിയാം മഹായുദ്ധങ്ങളൊക്കെ നടക്കുകയാണ് ഇല്ലേ? അപ്പം അങ്ങനെയുള്ള അമേരിക്കയൊക്കെ ട്രംപൊക്കെ ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഗവേഷണം നടത്തേണ്ട ഒരു വിഷയമാണോ ഇത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ രാമായണം എന്ന് പറയുന്നതൊക്കെ അതിപ്രാചീനമാണ്. 4800 ദേവർഷം അപ്പുറത്ത് നടന്ന ഒരു സംഭവം അന്ന് ആ കാലത്ത് മനസ്സിനെ ഒരു ലബോറട്ടറിയായി ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണം നടത്തി ഇത്തരം അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, എന്നിട്ട് നമ്മൾ വാനോളം പുകഴ്ത്തും മോഡേൺ സയന്റിഫിക്, അത് വേണ്ടെന്നല്ല പറഞ്ഞ സയൻസിനെ. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ഗഹനീയമായ ചിന്തകൾക്ക് വിധേയമാക്കിയ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് എൻ്റെ പക്കലുള്ള എല്ലാവിധ നോളേജ് അബൌട്ട് വെപ്പൺസ് ഞാൻ നിനക്ക് പ്രദാനം ചെയ്യാൻ പോവാണ്. എല്ലാവിധ ആയുധ ശേഖരണങ്ങളും നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. കാരണം അത് നിനക്ക് ഭാവിയിൽ ഉപയോഗപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാമിത്ര മുനി ഒരുപാട് അസ്ത്രങ്ങളുടെ പേരുകളാണ് ഈ സർഗത്തിൽ മുഴുവൻ പറയുന്നത്. യുദ്ധത്തിൽ അവ ഉപയോഗിച്ച് നിനക്ക് ഗന്ധർവന്മാരെയും എന്ന് പറയണ്ട, എന്ന് പറഞ്ഞാൽ ദേവന്മാരെയും യക്ഷസന്മാരെയും കിന്നരന്മാരെയും മാനവന്മാരെയും ഒക്കെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെ ആയുധങ്ങളാണ് ഇവിടെ വിശ്വാമിത്ര മുനി രാമകുമാരന് നൽകുന്നത്?
നമുക്കതിൻ്റെ പേരുകൾ മാത്രമേ പറയാൻ പറ്റൂ. അതെന്തിനുപയോഗിക്കുന്നു എന്ന് ദേവന്മാർക്ക് പോലും അതീവ ഗുഹ്യമാണെന്നാണ് പറയുന്നത്. അതായത് ഓരോരോ ആയുധങ്ങൾ നമ്മൾ ഗഹനീയമായ പരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതാണ്, റിസർച്ചിന് വിധേയമാക്കേണ്ടതാണ്. ഇത് പാശ്ചാത്യരൊക്കെ കൊണ്ടുപോയി ഗവേഷണം നടത്തേണ്ടതെന്നാണ് പറയുന്നത്. നമ്മുടെ ബലയും അതിബലയെക്കുറിച്ചൊക്കെ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ഉപകാരപ്രദമാണ് എന്ന് പറഞ്ഞ് ജർമ്മൻസൊക്കെ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ട് ഒരു ആർട്ടിക്കിൾ വായിക്കേണ്ടത് ഞാൻ. പക്ഷെ നമുക്ക് ഭാരതീയർക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് രാമായണം വായിക്കുമ്പോൾ തന്നെ ഒരുപാട് ഗവേഷണ രീതിയിൽ അപ്പം അതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. നമുക്ക് രാമായണം ഭക്തിയാലും പാരായണം ചെയ്യാം, യുക്തിയാലും പാരായണം ചെയ്യാം, വിഭക്തിയാലും പാരായണം ചെയ്യാം. ഇങ്ങനെ 3 രീതിയിൽ. ഭക്തിയിൽ വേണമെങ്കിൽ നമുക്ക് രാമായണത്തെ കാണാം. അമ്മമാരൊക്കെ രാമായണം വായിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ അതിനുള്ളിലുണ്ട് എന്ന ആ അവബോധത്തോടെ വായിക്കുന്നവരുണ്ട്, തെറ്റില്ല. അത് ഭക്തി രൂപേണുള്ളതാണ്. പക്ഷെ നമ്മളെപ്പോലുള്ളവരൊക്കെ യുക്തിയാധിഷ്ഠിതമായ ഗവേഷണമാണ് അതിൽ നടക്കുന്നത്. യുക്തിക്ക് പ്രാധാന്യമുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോൾ ഇത് ശ്രീരാമചന്ദ്രൻ 20,000 വർഷം രാജ്യം ഭരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക തലമുറകളോട് പറഞ്ഞു കൊടുത്താൽ അവർ എന്താ പറയുക, അതാണ് അവര്. പക്ഷെ അപ്പോൾ കാലഗണനകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും നമുക്ക്. ത്രേതായുഗം ഏത് കാലഘട്ടത്തിലാണ്, അന്നൊരു മനുഷ്യന്റെ ആയുസ് എത്രയായിരുന്നു, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇന്നത്തെ ആയുസ് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷനിൽ ബാക്കിലേക്ക് ഗണിച്ചെടുത്താൽ അന്നൊരു മനുഷ്യന്റെ ആയുസ് 1200 വർഷമെങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. 1200, ഇന്നത്തെ 120 പാറ അല്ലെങ്കിൽ 125. അപ്പോ എന്തായാലും ഒരു യുക്തിസഹജമായ ചിന്തയാണ് നമുക്കിവിടെ വേണ്ടത്. ആ ദിവ്യങ്ങളായ അസ്ത്രങ്ങളൊക്കെ ശ്രീരാമചന്ദ്രന് ഈ വിശ്വാമിത്ര മുനി നൽകുകയാണ്. ഡോക്ടറേറ്റ് എടുത്തിട്ട് അതിന് സീക്രസി ഓഫ് ഓൾ ദീസ് ഡിവൈൻ വെപ്പൺസ്, ഈ ഡിവൈൻ വെപ്പൺസിന്റെ രഹസ്യവും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ആ പേരുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്നുള്ളൂ. അതിൻ്റെ ഉപയോഗക്രമമോ അത് എപ്പോഴും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ ഒന്നും നമുക്ക് ഈ വാൽമീകി രാമായണത്തിൽ തന്നെ ഡിസ്കഷൻ ഇല്ല. അപ്പൊ പിന്നെ അന്നത്തെ ഗുരുവരന്മാർക്ക് അത് അറിയുമായിരിക്കും. അപ്പോ ഈ വിശ്വാമിത്ര മുനി അഥവാ വിശ്വത്തിന്റെ മുനിയായിരിക്കുന്ന വിശ്വാമിത്ര മുനി കൊടുക്കുന്ന അസ്ത്രങ്ങളൊക്കെ വേണ്ടവർക്കൊക്കെ ഒരു ലിസ്റ്റ് കുറച്ചൊക്കെ നമുക്ക് പറയാം. ഒന്നാമത് കൊടുക്കുന്നത് ദണ്ഡചക്രം എന്ന് പറഞ്ഞ ഒരു ദിവ്യമായ ശസ്ത്രം ഉണ്ട് കേട്ടോ. കയ്യിൽ പിടിച്ചുകൊണ്ടും തൊടുത്ത് തിരിച്ചു വരുന്നതുമായ അങ്ങനെ അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും 2 കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അപ്പോൾ പിന്നെ അതിലാദ്യമായിട്ട് ഇതാ കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിച്ചോളൂ ശ്രീരാമചന്ദ്ര, ഞാൻ നിനക്ക് ഇതെല്ലാം പ്രദാനം ചെയ്യുകയാണ്. ദണ്ഡചക്രം എന്ന ഒരു ദിവ്യമായ അസ്ത്രം ഞാൻ നിനക്ക് തരുന്നു, പോരാ. ധർമ്മചക്രം എന്നൊരു മറ്റൊരു അസ്ത്രം നിനക്ക് തരുന്നു, പോരാ. കാലചക്രം എന്ന അസ്ത്രത്തെ പ്രദാനം ചെയ്യുന്നു. കാലചക്രം ഇതൊക്കെ എന്താണ്? ആ അസ്ത്രം ഉപയോഗിച്ചാൽ കാലഗണനയ്ക്ക് തന്നെ മാറ്റം വരുന്നവർ. അതുപോലെ വിഷ്ണു ചക്രം വേറെ അസ്ത്രമാണ്, ഇന്ദ്രാസ്ത്രം വേറെ അസ്ത്രമാണ്, വജ്രായുധം വേറെ അസ്ത്രമാണ്, പാശുപതാസ്ത്രം ശിവന്റെ നിങ്ങൾക്കറിയാം. ഇത് അന്ന് തന്നെ ഉണ്ട്. അത് പിന്നെയാണ് നമുക്ക് മഹാഭാരത കാലഘട്ടത്തിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പാശുപതാസ്ത്രത്തെ കുറിച്ചെല്ലാം. പിന്നെ ബ്രഹ്മശിരസ് എന്ന് പറഞ്ഞ ഒരു അസ്ത്രം കൊടുക്കുന്നുണ്ട്, ഐഷികാസ്ത്രം എന്ന് പറഞ്ഞ അസ്ത്രമുണ്ട്. പിന്നെ കുറെ ചക്രങ്ങൾ കൊടുക്കുന്നുണ്ട്, ദേവചക്രം, അതുപോലെ ബ്രഹ്മാസ്ത്രം. ഈ ഒരു പക്ഷെ ഇന്നത്തെ ആറ്റം ബോംബ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. പാലസ്തീൻകാരെ കയ്യിലൊക്കെ ഉള്ള അസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ അങ്ങനെ പാലസ്തീൻകാരുടെ കയ്യിലുള്ള അസ്ത്രം എവിടെയാണോ ശത്രു ഇരിക്കുന്നത് അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അവിടെ പോയി പൊട്ടാൻ കഴിവുള്ള സീക്രസിയൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അപ്പം ഈ ബ്രഹ്മാസ്ത്രം ആറ്റം ബോംബായിരിക്കാം ഒരു പക്ഷേ അല്ലേ. പിന്നെ ശ്രീരാമചന്ദ്രന് കൊടുക്കുന്ന മോദകി അതുപോലെ സിഖരി എന്ന് പറഞ്ഞ 2 ഗദകൾ, കയ്യിൽ നിന്ന് വിട്ടു പോകാത്ത ആയുധങ്ങൾ. അതേമാതിരി പിന്നെ കുറെ പിടിച്ചു കെട്ടാനുള്ള ധർമ്മപാശം. അതൊക്കെ എന്താണ്? ധർമ്മത്തെ പിടിച്ചു കെട്ടാനോ ധർമ്മത്തെ ലൂസാക്കാനോ. അതുപോലെ ചില പാശങ്ങൾ പറയുന്നുണ്ട്, കാലപാശം അല്ലേ. യമദേവന്റെ പക്കലൊക്കെ ഉള്ള പാശാസ്ത്രങ്ങൾ,
പാസം എന്ന് പറഞ്ഞാൽ കയറുന്നാണ്. അപ്പോൾ അങ്ങനത്തെയുള്ള ആയുധം നൽകുന്നുണ്ട്. പിന്നെ പറയുന്നു ശുഷ്കം ആർദ്രം എന്നു പേരുള്ള 2 അസ്നീകുകൾ, അസ്നീകാസ്ത്രങ്ങളാണ്. പിന്നെയും പറയുന്നുണ്ട് പീനകാസ്ത്രം, നാരായണാസ്ത്രം, അല്ലേ? നാരായണാസ്ത്രമൊക്കെ വളരെ പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നുണ്ട് ഈ നമ്മുടെ പുരാണങ്ങളിലൊക്കെ. ആഗ്നേയാസ്ത്രം മറ്റൊരു അസ്ത്രമാണ്, കുറെ പേര് ഞാൻ പറഞ്ഞു പോകാന്നുള്ള ആഗ്നേയം. പിന്നെ വായവ്യാസ്ത്രം, ഈ അഗ്നിയെ നിയന്ത്രിക്കാനുള്ളതാണ് അഗ്നേയാസ്ത്രം, ചുട്ട് ചാമ്പലാക്കാൻ പറ്റും. അതുപോലെ വായുവിനെ നിയന്ത്രിക്കാനുള്ള രഹസ്യം കണ്ടുവച്ചാണ്. അപ്പൊ അതാണ് വായവ്യാസ്ത്രം എന്നുള്ളത്, അല്ലേ? അപ്പോ ഇതൊക്കെ ആ കാലഘട്ടത്തിലുള്ള ചില അസ്ത്രങ്ങളാണ്. അതുപോലെ ഹയസിരാസ്ത്രം, ക്രൗഞ്ചാസ്ത്രം. ഈ ക്രൗഞ്ചാസ്ത്രത്തിനൊക്കെ എന്തുകൊണ്ടാണ് ആ പേരിട്ടത് തന്നെ ഒരുപക്ഷെ നമുക്ക് അറിയാമായിരിക്കും, വല്ല മെസ്സേജൊക്കെ കൊടുക്കാനായിരിക്കാം. പിന്നെ കുറെ ശക്തികൾ നൽകുന്നുണ്ട്. വിഷ്ണു ശക്തി, രുദ്രശക്തി ശിവന്റെയൊക്കെയാണ്. എന്നാൽ അത് ശക്തികളാണ്. ഈ ശക്തികൾ എന്ന് പറയുന്നത് ഡിവൈൻ പവറാണ് എന്നുള്ളതാണ്. പിന്നെ പറയുന്നു കങ്കളാസ്ത്രം, അതുപോലെ തന്നെ മൂസലാസ്ത്രം. കങ്കളാസ്ത്രം, മൂസലാസ്ത്രം, പിന്നെ കങ്കണാസ്ത്രം, കാപാലാസ്ത്രം. ഈ കങ്കണാസ്ത്രവും കാപാലാസ്ത്രവും ഈ അസുരന്മാരെ ഉപയോഗിക്കുന്ന അസ്ത്രങ്ങളാണ് പറയുന്നത്, അവരുടെ കയ്യിലുള്ള. അതിന്റെ ഉപയോഗങ്ങളൊന്നും നമ്മൾ സിനിമയിൽ കൂടെയൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്, അല്ലേ? ചില ആൾക്കാരുടെ ആർട്ട് ക്രിയേഷൻസ് എല്ലാം. പിന്നെ കുറച്ച് സൗമ്യമായ അസ്ത്രങ്ങൾ പറയുന്നുണ്ട്. നന്ദനാസ്ത്രം, അതുപോലെ മാനവ ഗന്ധർവാസ്ത്രം, പിന്നെ അതുപോലെ പ്രസ്താവനാസ്ത്രം, പ്രശംസനാസ്ത്രം, പിന്നെ പറഞ്ഞ സൗര്യാസ്ത്രം, സൂര്യന്റെ ഗതിവിധികളെ കുറിച്ച്. ദർപ്പണാസ്ത്രം, അതിലൂടെ നോക്കിയാൽ മറ്റു സ്ഥലത്ത് ഉള്ള ശത്രുക്കളെയൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ദർപ്പണാസ്ത്രം. അതുപോലെ തന്നെ ശോഷണാസ്ത്രം, ദർപ്പണാസ്ത്രം, ശോഷണാസ്ത്രം. പിന്നെ നമ്മൾ ഇതൊരു PhD ആണ് നൽകുന്നത്. അതുപോലെ സന്താപനാസ്ത്രം, സന്തപിക്കാനുള്ള അസ്ത്രങ്ങൾ നൽകുന്നുണ്ട്. വിലാപനാസ്ത്രം, വിലപിക്കാൻ, ദുഃഖിക്കാനുള്ള. ശരിക്കും ഇതിലൊന്നും ഇല്ലാത്ത ഒരു ആയുധപ്രയോഗം ഇല്ല എന്നാണ്. അതുപോലെ മദനാസ്ത്രം, കാമദേവന്റെ, നമുക്ക് കാമനകള് അത് തൊടുത്തുവിട്ടാൽ മാസ്മരികമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അതിൽപ്പെട്ട മോഹനാസ്ത്രം എന്ന് പറയുന്നത്, മോഹിപ്പിക്കുന്ന പൈശാചകാസ്ത്രം. പിന്നെ പറയുന്ന താമസാസ്ത്രം, സൗമനാസ്ത്രം, അങ്ങനെ പിന്നെന്താ പറയുന്നത്, സത്യാസ്ത്രം, മായാധരാസ്ത്രം, പിന്നെ തേജപ്രഭം അസ്ത്രം. അതടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആകെ ലൈറ്റ് കൊണ്ട് നമുക്ക് നോട്ട് സീ, കാണാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഈ തേജപ്രഭാസ്ത്രം, സോമാസ്ത്രം, ഇതൊക്കെ ഇങ്ങനെ കുറേ പേരുകളിലുള്ള അസ്ത്രങ്ങള്. സീതേഷ്ണു അസ്ത്രം, അസ്ത്രം തൊടുത്തു കഴിഞ്ഞാൽ വളരെ തണുപ്പ് പ്രദാനം ചെയ്യും, വിറച്ചുകൊണ്ട് ഇനി വീഴുക. മൈ ഡിയേഴ്സ്, സോ ഹിയർ ഐ ഹാവ് given you a detailed description of different weapons. പലവിധ ആയുധങ്ങളുടെ ഡീറ്റെയിൽ, അതായത് നമ്മുടെ വാൽമീകി എഴുതി വെച്ചതിൻ്റെ ഒരു വേർഡ്സ് നെയിം മാത്രമാണ് നമ്മൾ പറയുന്നത്. കാരണം ഇതിന്റെ വാക്കുകളെ കൊണ്ട് മാത്രം നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഇന്നും ഈ വാൽമീകി രാമായണം, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം അല്ല പറയുന്നത്, വാൽമീകി രാമായണത്തിൽ നോക്കിയാലേ നമുക്ക് യഥാർത്ഥ രാമചരിതം അല്ലെങ്കിൽ യഥാർത്ഥ രാമചന്ദ്രന്റെ അല്ലെങ്കിൽ രാമായണം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ വാൽമീകി രാമായണം എങ്ങനെ പഠിക്കണം? ഇതേമാതിരിയുള്ള യുക്തി സഹജമായ രീതിയിൽ പഠിക്കണം എന്നാണ്. അപ്പോൾ യുക്തി രൂപേണെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടം നമ്മൾ പറയാറുണ്ടല്ലോ, എന്താ ന്യൂജൻ, പുതിയ തലമുറകൾ. അപ്പം ഈ പുതിയ തലമുറകൾക്കൊക്കെ ഇത് ഒരു പക്ഷേ ഇതെന്താ പറയുക, പുരാണ കഥകൾ അല്ലെങ്കിൽ ഇതിഹാസ കഥകൾ എന്നൊക്കെ പറഞ്ഞ് അവർ തള്ളുന്നത്. പക്ഷെ അതൊക്കെ ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിത് കേവലം കുറച്ച് പ്രായം കൂടിയവർക്ക് വായിക്കാനുള്ള ഒരു ഗ്രന്ഥമാണ് രാമായണം എന്നൊക്കെ ധരിച്ചുപോയി. നമ്മളെ കുട്ടികൾക്കൊക്കെ അതുപോലെ ഇതേപോലെയുള്ള ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കേൾക്കുന്ന ഒരാളല്ലെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്ത് അവരിത് വായിക്കാൻ എങ്ങനെയെങ്കിലും പ്രചോദിപ്പിക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാക്കണം. കാരണം ഇത്രയും ശ്രേഷ്ഠമായ വിശ്വാമിത്ര മുനി ഇത്രയും വിഷയങ്ങൾക്ക് PhD അടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
രാമ ബിക്കെയിം എന്തായി മാറി? ഒരു ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടറായി മാറി. ഇനി കുറെ കാര്യങ്ങൾ രാമന് ചെയ്യാനുണ്ട്. ആ ചെയ്യാനുള്ളതിന് വേണ്ടിയുള്ള ആയുധ സമാഹരണമാണ് ഇവിടെ വിശ്വാമിത്ര മുനി നൽകുന്നത്. അങ്ങനെ എന്തായാലും വിശ്വാമിത്ര മുനി പറഞ്ഞത് കേട്ടിട്ട് ദശരഥാത്മജൻ സന്തുഷ്ടനായി, സംപ്രീതനായി, വളരെ സന്തോഷമായി അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി. അങ്ങനെ അവിടെ കഴിച്ചുകൂട്ടി എന്നല്ല, ഈ ശാസ്ത്രോപദേശം പിന്നെ തനിക്ക് കിട്ടിയത്, ഇത് വിശ്വാമിത്ര മുനി ഇങ്ങനെ തൻ്റെ മനസ്സുകൊണ്ട് കൽപ്പിച്ച സമയത്ത് ഓരോ അസ്ത്രങ്ങളും ഒരു പ്രൊഫൈൽ, അതായത് ഓരോ മാനുഷിക രൂപം പൂണ്ട രീതിയിൽ, അതായത് പേഴ്സോണിഫിക്കേഷൻ, ഓരോ അസ്ത്രങ്ങളും ഓരോ പട്ടാളക്കാരനായി ഇങ്ങനെ നിരന്ന് മുന്നിൽ നിന്നു അവരുടെ മുമ്പിൽ. അതായത് ഈ അസ്ത്രങ്ങളൊക്കെ നമ്മൾ കേവലം ധരിക്കുന്ന അസ്ത്രമല്ല, ഇതൊക്കെ പേഴ്സോണിഫിക്കേഷൻ, ഓരോ വ്യക്തി രൂപം, മൂർത്തി രൂപത്തിൽ ഈ അസ്ത്രങ്ങളെല്ലാം ഇവരെ മുമ്പിൽ ഇങ്ങനെ പട്ടാളക്കാർ തോക്കും പിടിച്ച് നിൽക്കണമാതിരി വന്ന് നിരന്നു നിന്നു എന്നാണ്. അങ്ങനെ നിരന്നു നിന്ന സമയത്ത് ഈ വ്യക്തികളെയെല്ലാം, ആയുധങ്ങളായ ഈ വ്യക്തികളെ ഓരോരുത്തരെയും, ഇതൊക്കെ മാനസിക ആയുധങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ശ്രീരാമചന്ദ്രനെ ഇതൊക്കെ വാരി പിടിച്ച് നടക്കാൻ പറ്റൂ എന്നൊക്കെ നമുക്ക് രാമായണത്തെ വിമർശിക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, ഇത് യുക്തിസഹജമായി പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. അപ്പം ഇവരെയൊക്കെ മുമ്പിൽ അണിനിരത്തി ഇങ്ങനെ നിർത്തിയിട്ട് അത് തൻ്റെ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത്. അതായത് കാകുൽസ്ഥൻ അവയെ, ഈ വ്യക്തികളൊക്കെ കൈകൊണ്ട് തൊട്ട് നമസ്കരിച്ചിട്ട് എന്ത് ചെയ്തു? അതെല്ലാം എൻ്റെ മനസ്സിൽ കുടികൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ആയുധങ്ങളൊക്കെ തനിക്ക് പ്രതികൂല അവസ്ഥയെ തരണം ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴാണോ ആവശ്യമെങ്കിൽ അത് ഈ വിശ്വാമിത്ര മുനിയുടെ കടാക്ഷത്താൽ എനിക്ക് ഓർമ്മ വരട്ടെ എന്ന് രാമചന്ദ്രൻ പ്രാർത്ഥിച്ച് തൻ്റെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ സീക്രസി ഒക്കെ എപ്പോഴാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഓർമ്മ വേണം. കർണനെ പറ്റിയതാണ്, തൻ്റെ മനസ്സിലേക്ക് മഹാഭാരത യുദ്ധത്തിൽ സ്റ്റോർ ചെയ്തത് എടുക്കേണ്ട സമയത്ത് എടുക്കാൻ പറ്റാതെ പോയി. അതാണ് കർണന് അർജുനൻ, അല്ലെങ്കിൽ ആ മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ പഠിക്കേണ്ട, അല്ല നമ്മുടെ വിഷയം അതല്ല. അതേപോലെ ഇത് എടുക്കാനും തൊടുക്കാനും തടുക്കാനും ഒക്കെ ഈ ആയുധങ്ങൾ ആവശ്യമാണ്. പിന്നെ ഇത്രയുമാണ് ഈ സർഗത്തിൻ്റെ വിവരണം. ഇവിടെ ആ മഹാ തേജസ്വിയായ രാമൻ പ്രീതചിത്തനായി അങ്ങനെ വിശ്വാമിത്ര മുനിയും അഭിവാദം ചെയ്തു. നമുക്കിനി യാത്ര പുറപ്പെടേണ്ടതുണ്ട്. ഇനിയാണ് നമ്മൾ വലിയ യുദ്ധത്തിന്, ഇനിയൊരു വലിയ യുദ്ധം എൻ്റെ യാഗരക്ഷയിൽ അസുരന്മാർ വരും. അപ്പം അവരെ ഫേസ് ചെയ്യുന്നതിന്, തരണം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കുന്നതിന് മുന്നെയാണ് ഈ ആയുധങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് വിശ്വാമിത്ര മുനി. ഏതായാലും ഇത്തരം വിഷയങ്ങളൊക്കെ കൂടുതൽ വായിച്ച് പഠിച്ച് നമ്മൾ കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.